ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് പണത്തിന്റെ മാത്രം കാര്യമല്ല, അത് ശരിക്കും ഫിസിക്സാണ്, ഭൗതികശാസ്ത്ര നിയമങ്ങൾ പോലെയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തുവരുന്നത് ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്നത് പോലെയാണ്. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരുമാതിരി തോന്നാം, അല്ലേ? ദാരിദ്ര്യവും റോക്കറ്റ് സയൻസും തമ്മിൽ എന്തു ബന്ധം? എന്നാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു കെണിയിൽ അകപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ റോക്കറ്റ് ശാസ്ത്രം നമ്മളെ സഹായിക്കും. ഈ വിശകലനത്തിന്റെ കാതല് തന്നെ ഈ ഒരു താരതമ്യമാണ്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും എന്താ വിചാരിച്ചിരിക്കുന്നത്? ദാരിദ്ര്യമെന്ന് പറഞ്ഞാൽ പണമില്ലാത്ത അവസ്ഥയാണെന്ന്. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ്. സത്യത്തിൽ അതൊരു കെണിയാണ്. നിങ്ങളെ ഉള്ളിലേക്ക് വലിച്ചിട്ട് പുറത്തുപോകാൻ സമ്മതിക്കാത്ത ഒരുതരം അടഞ്ഞ വലയം. നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ തീരുന്നതുവരെ നിങ്ങളെ ഒരേ സ്ഥലത്ത് കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തി. ഒരു റോക്കറ്റ് ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതെന്ന് ഓർത്തുനോക്കൂ. അതിനൊരു പ്രത്യേക വേഗത കൈവരിക്കണം. അതിനെയാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി അതിനുവേണ്ട 99% ഇന്ധനവും കത്തിച്ചിട്ടും ആ വേഗതയിലെത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അത് ചന്ദ്രനിലേക്കുള്ള ദൂരത്തിന്റെ 99% പിന്നിടുകയല്ല ചെയ്യുന്നത്, നേരെ താഴോട്ട് വന്ന് ഭൂമിയിൽ പതിച്ച് തകരും. എല്ലാം തീർന്നു. സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതാണ്. നിങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു, കുറച്ച് പൈസയൊക്കെ മിച്ചം വയ്ക്കുന്നു, ആ കുഴിയിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറാൻ നോക്കുന്നു. അപ്പോഴായിരിക്കും വണ്ടിയൊന്ന് കേടാവുന്നത്, അല്ലെങ്കിൽ വീട്ടുവാടക കൂടുന്നത്. കഴിഞ്ഞു. ആ ഗുരുത്വാകർഷണം നിങ്ങളെ പിടിച്ചു. ആ എസ്കേപ്പ് വെലോസിറ്റി എത്താത്തതുകൊണ്ട് നിങ്ങൾ തുടങ്ങിയതിനേക്കാൾ താഴേക്ക് വീണ്ടും പതിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടി കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രശ്നത്തിന്റെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഇതാണ് മാനസിക ചങ്ങലകൾ, അതായത് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന നിങ്ങളുടെ തലച്ചോറിനകത്ത് തന്നെയുള്ള കെണികൾ. ഈ സ്ലൈഡിൽ കാണുന്നത് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ നിങ്ങളുടെ തലച്ചോറിനെ എങ്ങനെ ബാധിക്കുന്നുണ്ടെന്ന് നോക്കിക്കേ. ഹാർവാർഡിൽ നടത്തിയൊരു പഠനം പറയുന്നത്, വാടക കൊടുക്കണമല്ലോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുമ്പോൾ നിങ്ങളുടെ IQ ഏകദേശം 13 പോയിന്റ് കുറയും എന്നാണ്. അത് ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുന്നതിന് തുല്യമാണ്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. വിരോധാഭാസമെന്ന് പറയൊക്കെ പാവപ്പെട്ടവനായിരിക്കുന്നത് കൂടുതൽ ചെലവുള്ള കാര്യമാണ്. ഇതിനെയാണ് വൈൻസ്ബോർഡ്സ് തിയറി എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, കാലങ്ങളോളം നിൽക്കുന്ന നല്ല സാധനങ്ങൾ വാങ്ങാൻ പൈസയില്ലാത്തതുകൊണ്ട് വില കുറഞ്ഞത് വാങ്ങി അവസാനം കൂടുതൽ പൈസ നഷ്ടപ്പെടുന്നൊരവസ്ഥ. ഈ സിദ്ധാന്തം വളരെ വ്യക്തമായി ഇവിടെ കാണാം. ഒരു പണക്കാരൻ $50 ഒരു ബൂട്ട്സ് വാങ്ങുന്നു, അത് 10 കൊല്ലം നിൽക്കും. പക്ഷേ ഒരു പാവപ്പെട്ടവന് $10 ബൂട്ട്സേ വാങ്ങാൻ പറ്റൂ. അതൊരു കൊല്ലം കഴിയുമ്പോഴേക്കും നാശമാകും. അപ്പോ 10 വർഷം കൊണ്ട് പാവപ്പെട്ടവൻ $100 ചെലവാക്കുമ്പോൾ പണക്കാരനാകെ ചെലവായത് $50 മാത്രം. ഇതാണ് ദാരിദ്ര്യത്തിന്റെ ഒരു വിചിത്രമായ കണക്ക്. എന്തുകൊണ്ടാണ് ഇത്രയധികം സമ്മർദ്ദത്തിലിരിക്കുമ്പോൾ ആളുകൾ പുതിയ ഫോണും ഷൂസുമൊക്കെ വാങ്ങുന്നത്? അതിനൊരു ബയോളജിക്കൽ കാരണമുണ്ട്. ജീവിതം ഒരുപാട് വേദനകൾ തരുമ്പോൾ നമ്മുടെ തലച്ചോറ് ഒരു ആശ്വാസത്തിനു വേണ്ടി നിലവിളിക്കും. അപ്പോൾ ഒരു പുതിയ സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഡോപ്പമൈൻ ഹിറ്റ്, അത് തൽക്കാലത്തേക്ക് ആ വേദനയൊക്കെ ഒന്ന് മരവിപ്പിക്കും. അതൊരു കെണിയാണ്. ഇവിടെയാണ് ഏറ്റവും നിർണായകമായ ആ വ്യത്യാസം വരുന്നത്. പണക്കാർ അവരുടെ പണം ഉപയോഗിച്ച് ആസ്തികൾ വാങ്ങുന്നു, അതായത് അവരുടെ പോക്കറ്റിലേക്ക് കൂടുതൽ പണം കൊണ്ടുവരുന്ന കാര്യങ്ങൾ. പക്ഷേ ദാരിദ്ര്യത്തിന്റെ കെണിയിൽപ്പെട്ടവർ ബാധ്യതകളാണ് വാങ്ങുന്നത്, അവരുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്ക് വലിച്ചെടുക്കുന്ന കാര്യങ്ങൾ. ശരി, ഇനി നമുക്ക് പുറമെയുള്ള ചില ശക്തികളെക്കുറിച്ച് സംസാരിക്കാം. അതായത് നമ്മുടെ ജോലിയുടെ ഘടനയും സാമൂഹിക ചുറ്റുപാടുകളും എങ്ങനെയാണ് നമ്മളെ ഈ കെണിയിൽ തന്നെ നിർത്തുന്നതെന്ന് നോക്കാം. കൂടുതൽ പണം വേണമെങ്കിൽ കൂടുതൽ സമയം ജോലി ചെയ്യുക, ഇതല്ലേ നമ്മൾ കേട്ടു വളർന്നത്. പക്ഷെ ഇതിലൊരു വലിയ കുഴപ്പമുണ്ട്. സമയം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വരുമാനത്തിനും എപ്പോഴും ഒരു പരിധിയുണ്ടാവും. പോരാത്തതിന് പണപ്പെരുപ്പം എന്നൊരു നിശബ്ദ നികുതി കൂടിയുണ്ട്. അതായത് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും യഥാർത്ഥത്തിൽ നിങ്ങൾ കൂടുതൽ ദരിദ്രനായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സാമൂഹിക ഗുരുത്വാകർഷണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആളുകൾ നിങ്ങളെ താഴേക്ക് വലിച്ചേക്കാം. ശരിക്കും ഒരു പാത്രത്തിലിട്ട ഞെണ്ടുകളെപ്പോലെ. ഒരു ഞെണ്ട പുറത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ളവയെല്ലാം കൂടി അതിനെ താഴേക്ക് വലിച്ചിടും. എന്തിനാണെന്നോ? നിങ്ങളുടെ വിജയം അവർക്കൊരു തരം അരക്ഷിതാവസ്ഥയുണ്ടാക്കുന്നു. ശരി, നമ്മളിതുവരെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് കടക്കാം. ഈ ഗുരുത്വാകർഷണത്തെ ഭേദിക്കാനാവശ്യമായ ഒരു എഞ്ചിൻ എങ്ങനെ നിർമ്മിച്ചെടുക്കാമെന്ന് നോക്കാം. ദാരിദ്ര്യത്തിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന 4 പ്രധാന തന്ത്രങ്ങളാണിവ. ഒന്നാമത്തേത്, ഒരു ബഫർ ഉണ്ടാക്കുക. അതായത് നമുക്ക് ചിന്തിക്കാനുള്ളൊരു സ്പേസ് വാങ്ങുക.
രണ്ടാമതായി മങ്ക് മോഡിലേക്ക് മാറുക, നമ്മുടെ തലച്ചോറിന്റെ റിവാർഡ് സിസ്റ്റം ഒന്ന് റീസെറ്റ് ചെയ്യാൻ. മൂന്നാമത്തേത് ഒരു സ്കിൽ സ്റ്റാക്ക് ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ വരുമാനത്തെ സമയത്തിൽ നിന്ന് വേർപെടുത്താൻ. നാലാമതായി നമ്മുടെ ഇൻപുട്ടുകൾ മാറ്റുക, അതായത് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് രക്ഷപ്പെടുക. നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. ഓർക്കുക, നിങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം കോടീശ്വരനാവുക എന്നതല്ല, മറിച്ച് $1000 അല്ലെങ്കിൽ 1,00,000 രൂപയുടെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നതാണ്. ഈ പണം ദൗർലഭ്യ നികുതിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ കാർ ബ്രേക്ക് ഡൗൺ ആയാൽ അതൊരു അസൗകര്യം മാത്രമാകും, ഒരു ദുരന്തമാകില്ല. ഈ ബഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അതാണ് ഡോപാമൈൻ കെണിയിൽ നിന്ന് പുറത്തുവരാനുള്ള മങ്ക് മോഡ്. അതായത് അനാവശ്യമായി സാധനങ്ങൾ വാങ്ങുന്നത് നിർത്തി നമ്മുടെ തലച്ചോറിനെ ഒന്ന് റീസെറ്റ് ചെയ്യുന്നൊരു സമയം. പുതിയ കഴിവുകൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ ആരിൽ നിന്നാണ് പഠിക്കുന്നതെന്നത് വളരെ പ്രധാനമാണ്. ഇതാണ് നാലാമത്തെ ഘട്ടം. നിങ്ങളുടെ ഇൻപുട്ടുകൾ മാറ്റുക. നിങ്ങളെ പിന്നോട്ടു വലിക്കുന്ന ആ സാമൂഹിക ഗുരുത്വാകർഷണത്തിൽ നിന്നും മാറി നിങ്ങളെ വളർത്തുന്ന ആളുകളുമായും ആശയങ്ങളുമായും കൂടുതൽ ഇടപഴകുക. അതിനുശേഷമാണ് നിങ്ങളൊരു സ്കിൽ സ്റ്റാക്ക് ഉണ്ടാക്കേണ്ടത്. അതായത് ഒരു കാര്യത്തിൽ മാത്രം ലോകത്തിലെ ഒന്നാമനാകാൻ ശ്രമിക്കരുത്. പകരം ബന്ധമില്ലാത്ത 2-3 കാര്യങ്ങളിൽ ഒരു ടോപ്പ് 25% ആവുക. ഉദാഹരണത്തിന്, നിങ്ങളൊരു നല്ല പണിക്കാരനാണെങ്കിൽ സെയിൽസ് കൂടി പഠിക്കുക. അപ്പോൾ നിങ്ങൾ വെറുമൊരു പണിക്കാരനല്ല, ഡീലുകൾ ക്ലോസ് ചെയ്യാൻ അറിയാവുന്നൊരു കോൺട്രാക്ടറാണ്. അത് നിങ്ങളെ ഒഴിച്ചുകൂടാനാവാത്ത ഒരാളാക്കി മാറ്റും. ശരി, ഇനി നമ്മൾ രക്ഷപ്പെടൽ പദ്ധതിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെയാണ് സാമ്പത്തിക ഭൗതികശാസ്ത്രത്തിലെ നിയമങ്ങൾ നിങ്ങൾക്കുവേണ്ടി പണിയെടുക്കാൻ തുടങ്ങുന്നത്. കൂട്ടുപലിശയുടെ സമവാക്യത്തിന് 2 വശങ്ങളുണ്ട്. ഒന്നുകിൽ നിങ്ങളത് അടച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിങ്ങളത് സമ്പാദിച്ചുകൊണ്ടിരിക്കും. ദാരിദ്ര്യത്തിന്റെ കെണിയിൽപ്പെട്ടവർ എപ്പോഴും ക്രെഡിറ്റ് കാർഡിനും ലോണിനുമൊക്കെ പലിശ അടച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ സമ്പന്നരത് നേടിക്കൊണ്ടിരിക്കും. എത്രയും പെട്ടെന്ന് ഈ വശം മാറണം, അതാണ് ഏറ്റവും പ്രധാനം. ഈ യാത്രയുടെ അവസാനത്തെ 3 ഘട്ടങ്ങളാണിത്. ഒന്നാമത്തേത് അതിജീവനം, അതായത് ഉയർന്ന പലിശയുള്ള കടങ്ങളൊക്കെ തീർത്ത് ആ രക്തസ്രാവം നിർത്തുക. രണ്ടാമത്തേത് ശേഖരണം, ഒരു ദിവസം $10 വെച്ചാണെങ്കിൽ പോലും ഓഹരികൾ പോലുള്ള ആസ്തികൾ വാങ്ങാൻ തുടങ്ങുക. അവസാനം സ്വാതന്ത്ര്യം, നിങ്ങളുടെ ആസ്തികളിൽ നിന്നുള്ള വരുമാനം നിങ്ങളുടെ ജീവിത ചെലവുകൾക്ക് ധാരാളമാകുന്ന ഒരു നിമിഷം. അതാണ് യഥാർത്ഥ എസ്കേപ്പ് വെലോസിറ്റി. ഈ ചങ്ങലകളൊക്കെ ലോഹം കൊണ്ടുണ്ടാക്കിയതാണെന്ന് തോന്നാമെങ്കിലും സത്യത്തിൽ അവ നിർമ്മിക്കപ്പെടുന്നത് നമ്മുടെ മനസ്സിലാണ്. ആ കൂടിന്റെ വാതിൽ എപ്പോഴും തുറന്നു തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള സിസ്റ്റവും സുഹൃത്തുക്കളും, എന്തിന് നമ്മുടെ സ്വന്തം ഭയം പോലും നമ്മളോട് ആ കൂട്ടിൽ തന്നെ ഇരിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിലിപ്പോ ഭൂപടമുണ്ട്, പക്ഷേ പുറത്തേക്ക് നടക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഫിസിക്സിലെ നിയമങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. ആ ആദ്യത്തെ ചുവട് വയ്ക്കാനുള്ള ധൈര്യം കാണിക്കുക എന്നതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. തീരുമാനം നിങ്ങളുടേതാണ്.